ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഒരു കാറ് റോഡിൽ ഒറ്റയ്ക്ക് ഓടിക്കണോ? കാർ ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആകണോ? എങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു 10 മിനിറ്റ് വീഡിയോ വളരെയധികം ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് പേരുടെ ഡ്രൈവിംഗിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ഫിയർ എന്ന് പറയുന്നത് വാഹനം ഓടിക്കാനായിട്ടുള്ള അത്യാവശ്യം ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വണ്ടി ഓടിക്കാനായിട്ടുള്ള ധൈര്യമുണ്ട്, അത്യാവശ്യം വാഹനം ഓടിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട്. എന്നാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്നത് മുതൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനിടയിൽ എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിക്കും, സൈഡിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ പേടിക്കും, മുന്നിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ പേടിക്കും. അതുകൊണ്ട് ഈ ഒരു 10 മിനിറ്റ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഡ്രൈവിംഗ് ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയും. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിലപ്പെട്ട നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ഇവിടെ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ വാഹനം സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്തു വെക്കുന്നു, ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, ഇതേ വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. നിങ്ങളിൽ പലർക്കുള്ള ഒരു മെയിൻ പ്രശ്നമുണ്ട്. ഒരു വാഹനം വലത് സൈഡ് ആയിക്കോട്ടെ ഇടത് സൈഡ് ആയിക്കോട്ടെ എവിടെയാണെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് മുന്നോട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയെ കൺട്രോൾ ചെയ്തെടുക്കാൻ കഴിയത്തില്ല. ഒന്നെങ്കിൽ സ്റ്റിയറിംഗ് സ്റ്റഡിയാകത്തില്ല, അല്ലെങ്കിൽ വണ്ടിക്ക് വേഗത കൂടും, അല്ലെങ്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നിന്നു പോകും. ഇങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് വല്ലാതെ കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് നന്നായിട്ട് വാഹനം ഓഫ് ആകാതെ നല്ല കൺട്രോളിലൊരു വണ്ടി നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ വാഹനം ഇവിടെ റോഡിൻ്റെ വലത് സൈഡിലാണ് കിടക്കുന്നത്. ഇവിടുന്ന് എൻ്റെ വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. ഇപ്പം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. സെൻറ്റർ മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, ലെഫ്റ്റ് മിററും ജഡ്ജ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിരപ്പായിട്ടുള്ള പ്രതലത്തിലായതുകൊണ്ട് തന്നെ ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുന്നു. എന്നിട്ട് പതുക്കെ ക്ലച്ചേന്ന് ഞാൻ റിലീസ് ചെയ്യാണ്. ഇടത്തെ കാല് ഫ്രീ ആക്കിയിട്ട് ക്ലച്ചേന്ന് ഇങ്ങനെ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് വണ്ടി അനങ്ങാനായിട്ട് തുടങ്ങുന്ന ആ ഒരു പോയിന്റ് വന്നു. ആ സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ വരും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ അനങ്ങാൻ തുടങ്ങുന്ന പോയിന്റ് നിങ്ങൾ സാവധാനം ക്ലച്ച് അയച്ച് കണ്ടുപിടിക്കുക. സാവധാനം ക്ലച്ച് അയച്ച് കണ്ടുപിടിക്കാൻ പറയുന്നത്, നിങ്ങളിൽ പല ആൾക്കാരും ക്ലച്ചേന്ന് വളരെ വേഗത്തിൽ കാലയച്ച് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാൻ തുടങ്ങും. അപ്പോൾ വണ്ടി ഓഫായി പോകും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് വണ്ടി ഓഫാകുന്നത്. അപ്പോൾ നിങ്ങൾ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നത് സാവധാനമായിരിക്കണം. ഇത് നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ഐഡിയ വരും. ഇപ്പം വണ്ടി നമ്മളുടെ ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ട് മൂവ് ആകുന്ന പോയിന്റിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഇടത്തെ കാല് ഞാൻ പ്ലേസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കുന്നു. എന്നിട്ട് സ്റ്റിയറിംഗ് ഞാൻ എന്ത് ചെയ്തു? ഒരു റൗണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുകയാണ്. കാരണം നമുക്ക് ഇടത് സൈഡിലേക്ക് ഒന്ന് തിരിയണം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇടത് സൈഡിലേക്ക് വാഹനം തിരിഞ്ഞു വരുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കുകയും നമ്മൾ സ്റ്റിയറിംഗ് എന്ത് ചെയ്യണം? നേരെയാക്കി കൊടുക്കണം. ഇടത്തോട്ട് പിടിച്ചതിനെ വലതോട്ടാക്കാൻ നമ്മൾ പഠിക്കണം. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ഇപ്പം ഞാൻ ആ ബൈറ്റിംഗ് പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയാണ്. മുന്നോട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകത്തില്ല. അപ്പോൾ ആക്സിലറേഷൻ്റെ അളവ് അമിതമായിട്ട് വരാനും പാടില്ല, ലൈറ്റായിട്ട് കൊടുക്കുക. ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചുകൊണ്ട് ഈ വിറയൽ പോയിന്റിൽ നിന്ന് അയക്കുക. അപ്പോൾ ആക്സിലറേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. ലൈറ്റായിട്ടൊന്ന് കൊടുത്തു പിടിക്കുക. അതായത് കൊടുത്തു പിടിക്കുന്ന ലൈറ്റായിട്ടുള്ള അളവ് നിങ്ങൾ ചെറുതായിട്ട് കൊടുത്ത് വെച്ചേക്കണം. ഒരു കാരണവശാലും കൂടുതലും കൊടുക്കരുത്, കുറയ്ക്കാനും പാടില്ല. ഇതേ കൊടുത്തു പിടിച്ച അളവ് ഞാൻ ലൈറ്റായിട്ടൊന്ന് കൊടുത്തു പിടിക്കുന്നു. എന്നിട്ട് പതിയെ ക്ലച്ചേന്ന് അയക്കുമ്പോൾ വണ്ടി നീങ്ങി കഴിഞ്ഞാൽ ആക്സിലറേഷനിൽ നിന്ന് കാലയച്ചിട്ട് ബ്രേക്കിലേക്ക് വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് നേരെയാക്കണം. കാരണം നമ്മൾ നീങ്ങാനുള്ള ആക്സിലറേഷൻ കൊടുത്തു, എന്നിട്ട് ഉടൻ തന്നെ ബ്രേക്ക് പതിയെ വെക്കുക, ചവിട്ടി കൊടുക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ സ്റ്റിയറിംഗ് നേരെയാക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രാക്ടീസ് എടുക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതായത് നിങ്ങളൊരു വാഹനം കയറ്റത്ത് പതുക്കെ ഓടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതായത് കയറ്റത്ത് എടുക്കാനായിട്ട് പലർക്കും അറിയാം എങ്ങനെ എടുക്കേണ്ട മെതേഡ് എന്നുള്ളത്. പക്ഷെങ്കിൽ വാഹനം കയറ്റത്ത് സ്ലോ ചെയ്ത് ഓടിക്കാൻ നിങ്ങൾ കഴിയണം. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഒരു വണ്ടി കയറ്റത്തോടു കൂടി ഒരു ജംഗ്ഷനിൽ വന്നിട്ട് നമുക്ക് ഇടത് സൈഡിലേക്കോ വലത് സൈഡിലേക്കോ അല്ലെങ്കിൽ നേരെ മുന്നോട്ടുള്ള റോഡിലേക്കോ ഒക്കെ കയറിപ്പോകുന്ന സമയത്ത് വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കാൻ കഴിയത്തുള്ളൂ. പലർക്കും ഒരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജംഗ്ഷനിൽ അപകടം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് പ്രാക്ടീസ് എടുക്കുക. അപ്പോൾ അതിന് ഇപ്പോൾ എൻ്റെ വാഹനം
കയറ്റത്താണ് നിൽക്കുന്നത്. എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, ഞാൻ ഇതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ കയറ്റത്തെടുക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നമുക്ക് ക്യുക്കായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നമുക്ക് ആക്സിലറേഷൻ കൊടുക്കേണ്ടി വരും കയറ്റത്ത്. അതായത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് കഴിയണം. എന്നാൽ പലരും തന്നെ ഈ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ടുള്ള ലാഗ് വരുത്തും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഒരു കയറ്റത്തിൻ്റെ അളവനുസരിച്ച് എത്ര ആക്സിലറേഷൻ കൊടുക്കണമെന്ന് അറിയത്തില്ല. ആക്സിലറേഷൻ കുറഞ്ഞു പോയാൽ വണ്ടി ഓഫായി പോകും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ബ്രേക്ക് നമുക്ക് തൊടാതെ തന്നെ ഒരു വാഹനത്തെ നമുക്ക് ക്ലച്ച് ബാലൻസ് ചെയ്തും ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് വണ്ടിയെ കയറ്റത്ത് നിർത്തണം. വണ്ടി പുറകോട്ട് റോളാകാതെ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ വണ്ടിയെ നിർത്തണം. അങ്ങനെ നിർത്താനായിട്ടുള്ള ഒരു ടെക്നിക്കുണ്ട്. നിങ്ങൾ പല ആൾക്കാർക്ക് ഇത് അറിയത്തില്ലെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിൽ നിൽക്കുകയാണ്, ക്ലച്ചും ചവിട്ടിയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രേക്കെ ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ ക്ലച്ചേന്ന് പതുക്കെ റിലീസ് ചെയ്യണം. ബ്രേക്ക് അയച്ചാൽ വണ്ടി ബാക്കിലേക്ക് പോകും. അതുകൊണ്ട് നന്നായിട്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചേന്ന് പതിയെ കാല് റിലീസ് ചെയ്യണം. റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ സൗണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ വിറയൽ വന്നു. വിറയൽ വന്ന് തുടങ്ങിയ പോയിന്റ് ഞാൻ അവിടെ ബാലൻസ് ചെയ്തു. ആദ്യം തന്നെ വിറയൽ എപ്പോഴാണോ വിറയൽ ആരംഭിച്ചത് ആ പോയിന്റാണ് ഞാൻ ബാലൻസ് ചെയ്യുന്നത്. ഇനി ഞാൻ ക്ലച്ചെന്ന് വെച്ചാൽ വിറയൽ കൂടും, പക്ഷെങ്കിൽ വിറയൽ തുടങ്ങുന്ന പോയിന്റ് ഏതാണോ അത് ഞാൻ ബാലൻസ് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നല്ല കയറ്റമായതുകൊണ്ട് തന്നെ ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്ത് ഞാൻ ആക്സിലറേഷൻ കൊടുക്കും. ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നുണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും, ക്ലച്ചേന്ന് ഇങ്ങോട്ട് ഒരു പൊടിക്ക് അയച്ചേക്കും. ക്ലച്ചേന്ന് ഒരു പൊടിക്കേ അയക്കത്തുള്ളൂ. ക്ലച്ചേന്ന് ഒറ്റയടിക്ക് അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും. കുത്തനെയുള്ള കയറ്റത്ത് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് വണ്ടി ഒരു ശകലം ബാക്കിലേക്ക് റോളാകാൻ സാധ്യതയുണ്ട്. നല്ല വലിയ കയറ്റങ്ങളിൽ, അതായത് ഭീകരമായിട്ടുള്ള വലിയ കയറ്റങ്ങളിലാണെങ്കിൽ ബാക്കിലേക്ക് റോളാകും. ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ റോൾ ആകത്തില്ല, നമുക്ക് വണ്ടി എടുക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്യുക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ ഹാഫ് ക്ലച്ചിന് പോയി നിന്ന് ഒരു പൊടിക്ക് ഇങ്ങോട്ട് അയക്കും. കണ്ടോ, ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തു പിടിച്ചുകൊണ്ട് ഒരു പൊടിക്ക് ക്ലച്ചെന്നും കൂടെ അയച്ചപ്പോൾ എൻ്റെ വണ്ടി ഇപ്പം ബ്രേക്ക് ഇല്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടി കയറ്റത്ത് നിൽക്കുകയാണ്. ഇത് നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപാര കോൺഫിഡൻസ് ഡ്രൈവിങ്ങിൽ ലഭിക്കും. ഒരു ജംഗ്ഷനിലൊക്കെ നിങ്ങൾ വണ്ടി ഇതുപോലെ ഒരു കയറ്റം കൂടി ജംഗ്ഷനിൽ നിങ്ങൾ വണ്ടി ഇതുകൊണ്ട്, ഞാനിപ്പോൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അയച്ച് ഞാൻ വണ്ടി എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇതുകൊണ്ട് കയറ്റത്ത് പതിയെ ക്ലച്ചേന്ന് അയക്കുന്നുള്ളൂ, പെട്ടെന്ന് എടുക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും, പതിയെ ക്ലച്ചേന്ന് അയക്കത്തില്ല, പെട്ടെന്ന് ക്ലച്ചേന്ന് അയക്കും. ഞാൻ ആക്സിലറേഷൻ കൊടുത്തതുകൊണ്ട് ഈ ജംഗ്ഷനിൽ എൻ്റെ വണ്ടി ഇവിടെ കൊണ്ട് ഞാൻ നിർത്തി. ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു, എന്നിട്ട് ക്ലച്ചേന്ന് ഇങ്ങോട്ട് അയച്ച് പ്രോപ്പറായിട്ട് ഒരു നൂൽ പോയിന്റാണ്, അതായത് ഹാഫ് ക്ലച്ച് നിന്ന് അയച്ച് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റും ആക്സിലറേഷൻ കൊടുത്തതുകൊണ്ട് എൻ്റെ വണ്ടി ജംഗ്ഷനിൽ ബ്രേക്ക് ഇല്ലാതെയാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ബ്രേക്ക് ഞാൻ വരുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആക്സിലറേഷൻ ശകലം കൂടുതൽ കൊടുത്തുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുക, ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ അയക്കുക. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് അയയുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയത്തില്ല. അത്രയും സാവധാനത്തിൽ നമ്മൾ ക്ലച്ച് നയിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി ഇതുപോലെ നീങ്ങും. പിന്നെ ആക്സിലറേഷൻ കൊടുക്കുക. ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ പോയിന്റാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇടത്തേക്കാല് ക്ലച്ചിൽ ജസ്റ്റ് വെച്ചേക്കുക, ഉടൻ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കണം. എന്തുകൊണ്ടാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഉടനെ ഇടാൻ പറയുന്നത്? ഫസ്റ്റിൽ ഇട്ടിട്ട് ഫസ്റ്റിൽ തന്നെ കുറേ ദൂരം നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് ലഭിക്കത്തില്ല. അതിൻ്റെ കാര്യം പറയാം, ഫസ്റ്റിലിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കും, വണ്ടി പിടിച്ചാണ് പോകുന്നത്. ആക്സിലറേഷൻ ആകുമ്പോഴത്തേന് വണ്ടി തീർത്തും സ്ലോ ആകും. അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ശരി നല്ലതല്ല എന്നുള്ളൊരു മൈൻഡ് നമ്മളെ വരും. എന്നാൽ നമ്മൾ ഫസ്റ്റിൽ നിന്ന് വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് കൊടുക്കാം. ഒരു കുത്തനെയുള്ള കയറ്റമോ മറ്റ് സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കാം. ചെറിയ സ്ട്രെയിറ്റ് റോഡും ചെറിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഫസ്റ്റ് കൊടുത്തിട്ട് സെക്കൻഡ് കൊടുക്കാം. സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടി കുറെ കൂടെ സ്മൂത്ത് ആയിട്ട് പോകും. എന്നിട്ട് വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, തേർഡും ഫോർത്തും കൊടുക്കുക. അപ്പോൾ തേർഡും ഫോർത്തും കൊടുക്കുമ്പോൾ പലരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വാഹനം ഓഫായി പോകും എന്നുള്ളൊരു പ്രശ്നം, പേടി പലർക്കും
പലർക്കും ഉണ്ട്. അതുപോലെ സ്പീഡ് കൂടി പോകുന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, തേർഡും ഫോർത്തും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സ്പീഡ് ഗിയർ അല്ല. നമ്മൾ കാല് കൊടുത്താലേ വണ്ടിക്ക് സ്പീഡ് ആകത്തുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, തേർഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തൊരു 30 കിലോമീറ്റർ സ്പീഡ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തേർഡ് കൊടുക്കുക. ഇതേ തേർഡ് കൊടുത്തു, ഒരു 30 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും നിങ്ങൾ ബ്രേക്കിലേക്ക് ഇതുപോലെ വരണം. ബ്രേക്ക് ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാൽ ഹാർഡായിട്ട് ബ്രേക്ക് ചവിട്ടരുത്. സ്മൂത്ത് ആയിട്ട് നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചിട്ട് വേഗത കുറയാനായിട്ടുള്ള അളവിൽ ചെറുതായിട്ട് ചവിട്ടി കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. അപ്പോൾ വണ്ടിയുടെ വേഗത കുറയും. എന്നിട്ട് എന്ത് ചെയ്യണം, ഇടത് ചേർന്ന് തന്നെ വാഹനം ഓടിക്കുക, ഇടതിന് പ്രാധാന്യം നൽകി ഓടിക്കുക. അപ്പോൾ ഗിയർ ഇടുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കണം. ഇതുപോലെ ഇതുകൊണ്ടോ ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ ബാലൻസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയറിലേക്ക് ഇടതെ കൈ വരുമ്പോൾ തെറ്റത്തില്ല. നിങ്ങളിൽ പലരുടെയും പ്രശ്നം 2 കൈ സ്റ്റിയറിംഗ് വെച്ച് ഓടിച്ചിട്ട് പെട്ടെന്ന് ഗിയർ മാറാനായിട്ട് നമ്മൾ വരുമ്പോഴത്തേന് എന്ത് ചെയ്യും, നമ്മുടെ നോട്ടം ഗിയറിലേക്ക് വരും. അപ്പോൾ വണ്ടി പല വഴിക്ക് പോകുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഗിയർ മാറാൻ തീരുമാനിക്കുന്നതിന് മുന്നമേ ഒരു ശകലം നേരം നിങ്ങൾ സിംഗിൾ ഹാൻഡ് ഓടിക്കുക. ഇപ്പം തേർഡിൽ ഇങ്ങനെ വരുവാണ്, ഇനി അടുത്ത എനിക്ക് ഫോർത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കൈ കൊണ്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തു, സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് വണ്ടി ഞാൻ ഇതുകൊണ്ട് ഇവിടെ പിടിച്ച് ബാലൻസ് ചെയ്ത് സ്റ്റിയറിംഗിന്. അപ്പോൾ നമ്മുടെ വണ്ടി ഇടത് കിട്ടി. എന്നിട്ട് വണ്ടിക്ക് ഫോർത്ത് കൊടുക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് റോഡിൽ കൊടുക്കുക, ഇത്തിരി മൂവ് ആക്കിയിട്ട് ഫോർത്ത് കൊടുക്കുക. ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു ഇത്തിരി മൂവ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും 2 കൈയിലേക്ക് വരിക. അപ്പം നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ഓരോ ഗിയറും മുന്നോട്ടിടാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്ക് പ്രധാനമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട അടുത്തൊരു മെയിൻ പോയിന്റ് ആണ് പറയുന്നത്. ഇതും കൂടെ നിങ്ങൾ പഠിച്ചാലേ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ലഭിക്കത്തുള്ളൂ. എന്താണെന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പം ഞാൻ എൻ്റെ വാഹനവുമായിട്ട് 4th ഗിയറിലാണ് വന്നത്. 4th ഗിയറിൽ വരുന്ന സമയത്ത് പലർക്കുള്ള ഒരു പ്രശ്നം, ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് അറിയത്തില്ല. ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ട് പ്രാക്ടീസ് എടുക്കേണ്ട ഒരു മെത്തേഡാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് കൊടുത്ത് വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ എടുക്കുന്നു. വണ്ടി മൂവ് ആയാലും ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കുന്നു. ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്ത് തേർഡ് കൊടുക്കുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് ആക്കി ഫോർത്ത് കൊടുക്കുന്നു. കണ്ട, അപ്പം ഞാൻ മൂവ് ആക്കിയാണ് 4th ഗിയർ വരെ വന്നത്. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് മുന്നിലൊരു തടസ്സം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, റോഡിനൊരു തടസ്സം അല്ലെങ്കിൽ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ 4th വരുന്നതെങ്കിൽ നേരത്തെ ക്ലച്ച് പിടിച്ച് തേർഡ് കൊടുക്കുക. അപ്പം നമ്മൾ ഇനി തേർഡ് കൊടുത്ത് കയറാനായിട്ട് നമുക്ക് പേടി വേണ്ട. ഇത് നേരത്തെ തേർഡ് കൊടുക്കുന്നു. ഇനി വീണ്ടും നിങ്ങൾക്ക് തടസ്സം തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കയറ്റം ഇവിടെ വന്ന് തുടങ്ങിയെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ വണ്ടി ഇതുകൊണ്ട് ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് അങ്ങ് ഇടുക. ഇതുകൊണ്ട് എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, അഡ്വാൻസ് ഫസ്റ്റ് കൊടുത്തിട്ട് പതിയെ ക്ലച്ച് അയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ടേൺ എടുക്കുകയാണ്. എന്നിട്ട് ഈ ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, എൻ്റെ കാലിതേ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വണ്ടി ഞാൻ ഇതുകൊണ്ട് ഈ കയറ്റത്ത് നിർത്തിയേക്കാണ്. അതായത് എനിക്ക് കയറ്റം ആയതുകൊണ്ട് ഇടത് സൈഡിലേക്ക് ടേൺ എടുത്ത് പോകണം. അപ്പോൾ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ഇതേ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വണ്ടിയെ നിർത്തി ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ച് അയച്ച് വണ്ടി ഞാൻ ഇതുകൊണ്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം. ഇതാണ് ഞാൻ നിങ്ങളോട് മുന്നമേ പറഞ്ഞ ഒരു കാര്യം, കയറ്റത്ത് വണ്ടി ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനും എടുക്കണമെന്ന് പറഞ്ഞ്. ഇതുപോലെയുള്ള എസ് ടൈപ്പ് വളവുകളിൽ നിങ്ങൾക്ക് അത് വളരെ പ്രയോജനം ചെയ്യും. കയറ്റത്തോട് കൂടിയ വളവുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടിയുടെ വേഗത ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റും കൂടെ പറഞ്ഞ് നമുക്ക് വീഡിയോ നിർത്താം. അതായത് ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നിങ്ങളൊരു വാഹനം ശരിയായ രീതിയിൽ വണ്ടി സൈഡിൽ കൊണ്ടുപോയി നിർത്താനായിട്ട് പഠിക്കണം, പാർക്ക് ചെയ്യാനായിട്ട് പഠിക്കണം. അതായത് ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ്. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഇടുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഫോർത്ത് ഇടുന്നു. നമുക്കിപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു ഉചിതമായിട്ടുള്ള ഒരു സ്ഥലം പാർക്ക് ചെയ്യാനായിട്ട് കിട്ടി. ആദ്യം നിങ്ങൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. എന്നിട്ട് ക്ലച്ച് പിടിച്ച് തേർഡിലേക്ക് ഇടുക. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. എന്നിട്ട് നമ്മളിവിടെ ഒതുക്കാനായിട്ടുള്ള പ്ലേസ് വരുമ്പോൾ മെല്ലെ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് ഇതുകൊണ്ട് ഇതുപോലെ സൈഡിലേക്ക് നമ്മൾ ചേരുകയാണ്. ചേർന്ന് നമ്മളിവിടെ വണ്ടി കൊണ്ടുപോയി സെക്കൻഡ് ഗിയറിൽ നമ്മൾ വണ്ടി ഇവിടെ നിർത്തി. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒതുക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കണം. ഇതുകൊണ്ട് ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമുക്ക് ഇച്ചിനോട് മുന്നോട്ടൊന്ന് ഒതുക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ചിലും ആക്സിലറേഷൻ വരുന്നു. എന്നിട്ട് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് നമ്മുടെ വണ്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ബൈ.